ജീവ. അരവിന്ദൻ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും അവൻ വിങ്ങിപ്പൊട്ടി. അരവിന്ദനെ ഇറുക്കി പിടിച്ചുകൊണ്ട് അവൻ ആ കോടതി വരാന്തയിൽ പൊട്ടിക്കരഞ്ഞു. ഒരു കുഞ്ഞിനെ പോലെ. കണ്ടുനിന്ന അരവിന്ദന് പോലും സഹിക്കാൻ കഴിയാത്ത വിധമായിരുന്നു അവൻ്റെ വിങ്ങൽ. നിനക്ക് ഒരു നോക്ക് അവളെ പോയി കണ്ടുകൂടായിരുന്നോ? അരവിന്ദൻ അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു. എനിക്കതിന് കഴിയില്ല അരവിന്ദ. എൻ്റെ നന്ദുവിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അവളെ ഒറ്റയ്ക്കാക്കി പോയതിന് അവളോട് എങ്ങനെ മാപ്പ് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ എൻ്റെ നന്ദു ഞാൻ കാരണമല്ലേ? ഞാൻ തന്നെയല്ലേ? അവൻ സംശയത്തോടെ അരവിന്ദനോട് ചോദിച്ചു. അങ്ങനെയൊന്നും ചിന്തിക്കാതെ ജീവ. ചിലപ്പോൾ ഇങ്ങനൊരു പരീക്ഷണം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു കാണും. ഈ ഒരു പരീക്ഷണത്തോടെ എല്ലാം കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാം. അരവിന്ദൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം മറന്ന് ഞാൻ അവളെ സ്വന്തമാക്കിയപ്പോൾ ഞാൻ കരുതിയിരുന്നത് അതോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വന്നു എന്നാ. പക്ഷേ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ വിഷമത്തോടെ അരവിന്ദനോട് പറഞ്ഞു. അതിനൊക്കെ എന്തു മറുപടി പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു. നന്ദു നിന്നെ അവിടെ ഒരുപാട് പ്രതീക്ഷിച്ച് കാണും. നിന്നോട് സംസാരിക്കണമെന്നും അവൾ ഒരുപാട് ആഗ്രഹിച്ചു കാണും. അതുകൊണ്ടല്ലേ അവൾ ഒരുപാട് തവണ നിന്നെ ഇവിടെ തിരഞ്ഞത്. അമ്മമാരെ കൊണ്ട് നിൻ്റെ ഫോണിലേക്കും എൻ്റെ ഫോണിലേക്കും വിളിപ്പിച്ചത്. അവൾക്കൊരു പക്ഷേ ഒരുപാട് വിഷമമായി കാണും നീ അവളെ കാണാൻ ചെല്ലാത്തത്. കോളെങ്കിലും അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു. അരവിന്ദൻ അവനെ നോക്കി പറഞ്ഞു. എൻ്റെ നന്ദുവിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം അരവിന്ദ. അവൾക്ക് എന്നെ നല്ലതുപോലെ മനസ്സിലാകും. ഞാൻ എന്തുകൊണ്ടാണ് അവളുടെ അടുത്തേക്ക് ചെല്ലാത്തതെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എൻ്റെ നന്ദുവിനറിയാം. ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നില്ലെങ്കിൽ പോലും ഈ കോടതിയുടെ മുറ്റത്ത് ഞാനുണ്ടെന്ന് അവൾക്കറിയാം. മാറി നിന്ന് അവളെ നോക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. ജീവൻ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അരവിന്ദനോട് പറഞ്ഞു. അതൊക്കെ കേട്ടതും അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. 4 വർഷം. ഈ 4 വർഷം കടന്നുപോയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ നന്ദുവിനെ ഓർക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അവളെ കാണാൻ പോകാൻ അമ്മ ഒരുപാട് നിർബന്ധിക്കാറുണ്ട്. പക്ഷേ മനഃപൂർവ്വം പോകാറില്ല. എൻ്റെ നന്ദുവിനെ അങ്ങനെ ജയിലിൽ കാണാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് അമ്മമാരെ തന്നെ മാറി മാറി പറഞ്ഞു വിടും. അവരെപ്പോൾ ചെന്നാലും നന്ദു എന്നെപ്പറ്റി അന്വേഷിക്കാറുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അവളെ കാണാൻ ചെല്ലാത്തതെന്ന് അവൾ ചോദിക്കാറില്ല. കാരണം അവൾക്ക് നന്നായിട്ടറിയാം അവളുടെ വിജയേട്ടൻ എന്താണെന്ന്. എന്തുകൊണ്ടാണ് അവളെ കാണാൻ ചെല്ലാത്തതെന്ന് എൻ്റെ മനസ്സ് അവളേക്കാൾ നന്നായിട്ട് ആർക്കാണ് അറിയാനാവുക? 4 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ എൻ്റെ നന്ദുവിനെ കൂട്ടാൻ പോവുകയാണ്. ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ഇന്നിവിടെ ശമനം ഉണ്ടാവുകയാണ്. ഒഴുകിയ കണ്ണുനീരിന് കണക്കില്ല. ആണുങ്ങൾ കരയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു 4 വർഷമായി ഈ ചുമരുകൾക്കുള്ളിൽ ഞാൻ കരഞ്ഞു തീർത്തത്. ഒരു ദിവസം പോലും എൻ്റെ നന്ദുവിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ജീവിച്ചു തുടങ്ങിയില്ല. അതിനു മുൻപേ എന്നിൽ നിന്നും അവൾ അകന്നു. ചിലപ്പോൾ അതിലും വലിയൊരു കൂടിച്ചേരലിന് വേണ്ടിയായിരിക്കും. അവൻ പലതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ജീവ. പെട്ടെന്നാണ് കതകിന് കൊട്ടുകേട്ടത്. ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ചെന്ന് വാതിൽ തുറന്നതും കാണുന്നത് വിഷ്ണുവിനെയാണ്. എന്താ വിഷ്ണു? അവൻ സംശയത്തോട് ചോദിച്ചു. ബെസ്റ്റ്. എന്താണെന്നോ? എത്ര നേരമായി നീ മുറിയിൽ കയറിയിട്ട്? നമുക്ക് പോകണ്ടേ? സമയം ലേറ്റാകുന്നു. വിഷ്ണു വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് നിന്നുപോയി. അവൻ പെട്ടെന്ന് നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. നീ പെട്ടെന്ന് റെഡിയായി വരാൻ നോക്ക്. എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് നമ്മുടെ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരണ്ടേ? 4 വർഷങ്ങൾക്ക് ശേഷം അവൾ അവളുടെ വിച്ചേട്ടനെ കാണാൻ പോവുകയല്ലേ? വിഷ്ണു അവനെ നോക്കി പറഞ്ഞതും അവൻ തിരികെ ഒരു വാടിയ പുഞ്ചിരി നൽകി. ശരിക്കും എനിക്ക് നിങ്ങളോട് പ്രണയത്തോട് അസൂയ തോന്നുക ജീവ. എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പരസ്പരം പ്രണയിക്കാൻ കഴിയുന്നത്? നീ ചിന്തിക്കുന്നതാണ് അവൾ പറയുന്നത്, അവൾ പറയുന്നതാണ് നീ ചിന്തിക്കുന്നത്. ഈ 4 വർഷത്തിനിടയിൽ എത്ര തവണ ഞാൻ അവളുടെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോഴൊന്നും അവൾ നീ എന്താ വരാത്തതെന്ന് ചോദിച്ചിട്ടില്ല. നിനക്ക് സുഖമാണോ എന്ന് മാത്രം ചോദിക്കും. നീ അവളെ കാണാൻ ചെല്ലാത്തതിൽ അവൾക്ക് പരിഭവമില്ല, പരാതികളില്ല. അവളോട് നീ കാണാൻ വരാത്തതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ ഞങ്ങൾക്ക് തരുന്ന മറുപടി തികച്ചും ഞങ്ങളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അവളെ കാണാൻ ചെല്ലാത്തതിന് നീ ഞങ്ങളോട് പറയുന്ന കാരണമാവും അവളും ഞങ്ങളോട് പറയുന്നത്. അവളെ അങ്ങനെ കാണാനുള്ള ധൈര്യം നിനക്കില്ലെന്ന്. അതുകൊണ്ടാണ് അവളുടെ വിച്ചേട്ടൻ അവളെ കാണാൻ ചെല്ലാത്തതെന്ന്. പരസ്പരം സംസാരിക്കാതെ കാണാതെ എങ്ങനെയാ നിങ്ങൾക്ക് പരസ്പരം മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. വിഷ്ണു അവനെ നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. ചില പ്രണയങ്ങൾ അങ്ങനെയാ വിഷ്ണു. ശരീരം കൊണ്ടല്ല അവർ പ്രണയിക്കുന്നത്, മനസ്സുകൊണ്ടാ. പരസ്പരം കാണാതിരുന്നാലും സംസാരിക്കാതിരുന്നാലും ഒരാൾ ചിന്തിക്കുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ നന്ദുവിനെ ഞാൻ പ്രണയിച്ചതും നന്ദു അവളുടെ വിച്ചേട്ടനെ പ്രണയിച്ചതും അങ്ങനെയാ. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വിഷ്ണു അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചിരുന്നു.
കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ നന്ദുവിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അവളെ കാത്ത് മുറ്റത്ത് നിൽക്കുകയാണ് എല്ലാവരും. ജീവൻ കാറിൽ ചാരി അവളുടെ ചിന്തയിൽ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ജീവാദേ കാറിൽ ചാരി എന്തോ ആലോചനയോട് കൂടി നിൽക്കുന്ന അവനെ വിളിച്ചുകൊണ്ട് അരവിന്ദൻ ചൂണ്ടിക്കാണിച്ചതും എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. ഒരു ബ്ലൂ കളർ ചുരിദാറാണ് വേഷം. നടുവോളം കിടക്കുന്ന മുടിയെല്ലാം കൂടി പുറകിലേക്ക് ചീവി ഒരു ബണ്ണിട്ടിട്ടുണ്ട്. അലസമായി കെട്ടിയിരിക്കുകയാണ്. ഇരുകാതിലും കുഞ്ഞൊരു കമ്മൽ. കഴുത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ശിക്ഷയ്ക്ക് വേണ്ടി ജയിലിലേക്ക് പോയപ്പോൾ അവൻ കെട്ടിയ താലി തിരികെ അഴിച്ച് അവൻ്റെ അമ്മയെ അവളെ ഏൽപ്പിച്ചിരുന്നു. കൈകളും വെറുതെ ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. ചുരിദാറിൻ്റെ ഷോൾ ഇരു സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. മോഡേണായി മാത്രം നടന്നിരുന്ന അവളെ വെറുമൊരു സാധാരണയിൽ സാധാരണ പെൺകുട്ടിയായി കണ്ട അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. എത്ര സന്തോഷത്തിൽ ജീവിതം ആസ്വദിക്കേണ്ടവളാണ്. സന്തോഷമുണ്ടായിട്ടും അത് അനുഭവിക്കാൻ യോഗമില്ലാതെ പോയവൾ. അവളുടെ കണ്ണുകൾ കുഴിഞ്ഞു താഴേക്ക് പോയിരുന്നു. കണ്ണിന് ചുറ്റും ഉറക്കമില്ലായ്മയുടെ ഫലമായി കറുപ്പുണ്ട്. നന്നെ ക്ഷീണിച്ചു പോയിരുന്നു അവൾ. ആ കോലത്തിൽ അവളെ കണ്ട എല്ലാവരിലും ഒരു നോവുണർത്തി. അവളെ കണ്ട ഉടനെ ജയ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളെ മുറുക്കി പിടിച്ചുകൊണ്ട് ആ അമ്മ തേങ്ങി. ഞാൻ വന്നില്ലേ അമ്മേ, കരയാതെ. ഇനി നിങ്ങളെയൊക്കെ വിട്ട് നന്ദു എങ്ങോട്ടും പോകില്ല. അത്ര ഏകാന്തത ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങളൊന്നും ഇല്ലാതെ പറ്റില്ലെന്ന് ഈ 4 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. അവൾ അവരുടെ തലയിൽ തലോടി പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട എല്ലാവരും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്നാൽ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ ചെന്നെത്തിയത് അവളുടെ പാതയിലായിരുന്നു. താടിയും മീശയും ഒക്കെ വളർന്നിട്ടുണ്ട്. ശരീരം ആകെ ഒട്ടിപ്പോയി. ആ പഴയ ചുറുചുറുക്കും സന്തോഷവും ഒന്നും അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. അവളെപ്പോലെ തന്നെ അവൻ്റെ കണ്ണുകളും കുഴിഞ്ഞു താഴ്ന്നു. മുടിയൊക്കെ അലസമായി തന്നെ കിടക്കുകയാണ്. ഒന്ന് ഒതുക്കി ചീവി പോലും വെച്ചിട്ടില്ല. അവർ ഇരുവരും പരസ്പരം നോക്കി. അവരുടെ കണ്ണുകൾ എന്തൊക്കെയോ പരസ്പരം പറയുന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മയുടെ തേങ്ങലുകൾ ഒന്ന് മാറി അവൾ അവരുടെ കവളിൽ ഒന്ന് തട്ടിയതിനു ശേഷം അവൻ്റെ അടുത്തേക്ക് ചെന്നു. തന്നിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക്. എല്ലാവരുടെയും ശ്രദ്ധ അവരുടെ ഇരുവരുടെ അടുത്തേക്ക് തന്നെയായിരുന്നു. അവൾ അടുത്തേക്ക് ചെന്നതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. വിച്ചേട്ടാ. തൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വിളിച്ചു. അത് കേട്ടതും നിയന്ത്രണം വിട്ട പോലെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവളും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞിരുന്നു. അത് കണ്ടുകൊണ്ട് നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അച്ചു കരഞ്ഞുപോയി. വിഷ്ണു അവളെയും കുഞ്ഞിനെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. വൈഷു കരയുന്നത് കണ്ടതും അരവിന്ദനും അവളുടെ കയ്യിൽ പിടിച്ചു. നന്ദു, എത്ര നാളായെന്നറിയോ ഞാൻ ചത്ത് ജീവിക്കുകയായിരുന്നു. നീ ഇല്ലാതെ, നിന്നെ കാണാതെ, ഒരു വാക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റാതെ. അവളെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കറിയാം വിച്ചേട്ടാ, എനിക്കറിയാം. ഞാൻ വന്നില്ലേ വിച്ചേട്ടാ, എൻ്റെ ഏട്ടൻ്റെ അടുത്ത് ഞാൻ വന്നില്ലേ. ഇനി ഞാൻ എങ്ങും പോവില്ല. എൻ്റെ വിച്ചേട്ടനെ വിട്ടിട്ട് ഞാൻ എങ്ങും പോകില്ല. വിച്ചേട്ടന് ചുറ്റിനും എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ, ഏട്ടന്മാർ എല്ലാവരും. പക്ഷേ നന്ദുവിന് ആരും ഉണ്ടായിരുന്നില്ല വിച്ചേട്ടാ. നന്ദു അവിടെ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക്. അവൾ വിങ്ങിപ്പൊട്ടി. നന്ദു, എനിക്കെല്ലാവരും ഉണ്ടായിരുന്നതും നിനക്ക് ആരും ഇല്ലാത്തതും ഒരുപോലെയായിരുന്നു. എല്ലാവരും ചുറ്റിനും ഉണ്ടായിട്ടും എനിക്ക് അവരോടൊന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ചുറ്റിനും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത അവസ്ഥയായിരുന്നു നന്ദു. നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാ നന്ദു? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവൾ വിങ്ങി. ഏറെ നേരം അവർ ഇരുവരും അങ്ങനെ തന്നെ നിന്നു. എല്ലാവരും അവരെ തന്നെ നോക്കുകയായിരുന്നു. അവരുടെ പ്രണയം അത് കാണുകയായിരുന്നു. തൻ്റെ മക്കളുടെ കാത്തിരിപ്പ് ആ നിമിഷം അത് നോക്കിക്കാണുകയായിരുന്നു ആ അമ്മമാർ, സഹോദരങ്ങൾ എല്ലാവരും. അവൾ അവനിൽ നിന്നും ഏറെ നേരത്തിനു ശേഷം അകന്നതും മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി. ജീവൻ്റെ അമ്മയെ നോക്കിയതും അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നാൽ അവർ അവളെ തന്നെ നോക്കുകയായിരുന്നു. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ വണ്ണം വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണോ? അവൾ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയ്യേ, എന്തിനാ എൻ്റെ അമ്മായിമ്മ ഇങ്ങനെ കരയുന്നേ? മരുമോൾ വന്നതി സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇനി വേണം എനിക്ക് മരുമോൾ പോരൊക്കെ ഉണ്ടാക്കാൻ. 4 വർഷം മുമ്പ് പോയതുപോലെ അല്ല ഞാനിപ്പോൾ. ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എനിക്ക്. ഇനി എല്ലാവരും എന്നെ അങ്ങനെ കാണുള്ളൂ. അതുകൊണ്ട് നോക്കിയും കണ്ട് വേണം എന്നോടൊപ്പം നിൽക്കാൻ. ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല. എനിക്ക് ജയിലിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്. അച്ഛനെയും അമ്മയും സ്വത്തിന് വേണ്ടി കൊന്നവർ, അമ്മായിമ്മയെ ഇല്ലാതാക്കിയ, മക്കളെ കൊന്ന, മോഷണം, കഞ്ചാവ്, അങ്ങനെ ഒരുപാട് കഥകളുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള കൂട്ടുകാരാ എനിക്കിപ്പോൾ ഉള്ളത്. അവൾ ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അവരെല്ലാവരും അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. പുറമേ പുഞ്ചിരിയോടുകൂടി അവൾ അതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളുടെ നെഞ്ചിൽ വിങ്ങലായിരുന്നുവെന്ന് അത് കേട്ട് എല്ലാവർക്കും അറിയായിരുന്നു. അവൾ പറയുന്നത് കേട്ടതും അവളുടെ അമ്മ സാരിത്തലപ്പ് വായിൽ തിരികെ കരഞ്ഞു.
നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞതാ. അത് കണ്ടതും അവൾ ചിരിയോടെ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. നന്ദു മതി. ജീവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവളെ നോക്കി നിൽക്കുന്ന അച്ചുവിൻ്റെയും വൈശുവിൻ്റെയും അടുത്തേക്ക് ചെന്നു. അയ്യോ, വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ ഇവരെ രണ്ടുപേരെ ഞാൻ കണ്ടില്ല. അവൾ പറഞ്ഞുകൊണ്ട് അച്ചുവിൻ്റെ കയ്യിലിരുന്ന കണ്ണനെയും വൈശുവിൻ്റെ കയ്യിലിരുന്ന ദേവൂട്ടിയും നോക്കി പറഞ്ഞു. പിന്നെ ഇരുവരെയും ഇരു കൈകളിൽ അവൾ എടുത്തു. എന്നെ മനസ്സിലായോ? അവൾ രണ്ടുപേരെ നോക്കി ചോദിച്ചു. അവർ രണ്ടുപേരും അവളെ നോക്കി കുഞ്ഞു പല്ലുകൾ കാട്ടി ചിരിച്ചു. കണ്ടില്ലെങ്കിലും ആൻറ്റിയുടെ മനസ്സിലുണ്ട് നിങ്ങൾ രണ്ടുപേരും. അമ്മ വന്ന് നിങ്ങളെപ്പറ്റിയൊക്കെ പറയുമ്പോൾ സങ്കല്പങ്ങൾ കൊണ്ട് ആൻറ്റി നിങ്ങൾ രണ്ടുപേരെയും മനസ്സിൽ കണ്ടിട്ടുണ്ട്. അവൾ രണ്ടുപേരുടെയും കവളിൽ ഓരോ ചുംബനങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു. മതി, വന്നേ, ഇനിയെല്ലാം വീട്ടിൽ ചെന്നിട്ട്. അതും പറഞ്ഞ് വിഷ്ണു കാറിൻ്റെ ഡോറ് തുറന്നു. ആദ്യത്തെ കാറിൽ വിഷ്ണുവും അച്ചുവും കുഞ്ഞും പുറകിൽ രണ്ടമ്മമാരും കയറി. അരവിന്ദൻ രണ്ടാമത്തെ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ കയറിയതും വൈശു കുഞ്ഞുമായി പുറകിൽ കയറാൻ തുടങ്ങി. വൈശു, മുമ്പി വാ. അരവിന്ദൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണുകൾ കൊണ്ട് എന്തോ അവളോട് പറഞ്ഞതും അവളത് മനസ്സിലായതുപോലെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ജീവൻ പുറകിലേക്ക് കയറിയിട്ട് നന്ദുവിനെ നോക്കിയതും നന്ദുവും അവനോടൊപ്പം കയറിയിരുന്നു. അരവിന്ദൻ കാർ എടുത്തതും നന്ദു ജീവന്റെ തോളിലേക്ക് ചാഞ്ഞു. അവനും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു. അവർ തിരികെ ജീവന്റെ വീട്ടിലേക്കെത്തി. പിന്നെ ആകെ മൊത്തം ഒരു ബഹളമായിരുന്നു. നന്ദു കണ്ണനെയും ദേവൂട്ടിയും താഴെ വെച്ചിട്ടില്ല. 4 വർഷം അവൾക്കവരെ കളിപ്പിക്കാൻ പറ്റാതെ പോയ സങ്കടമെല്ലാം അവൾ തീർക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നേരവും നന്ദുവിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. രണ്ടമ്മമാരും അവളെ മാറി മാറി കഴിപ്പിക്കുന്നുണ്ട്. അവൾക്കിഷ്ടമുള്ള ആഹാരങ്ങളാണ് ജീവന്റെ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നത്. അവരുടെ സ്നേഹം കൊണ്ട് തന്നെ അവൾക്ക് വയറ് നിറഞ്ഞിരുന്നു. ജീവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. എല്ലാവരുടെ ശ്രദ്ധ നന്ദുവിലേക്ക് മാത്രമായി. വയറ് നിറഞ്ഞിട്ട് എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ അവൾക്ക് വാരിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടമ്മമാരും. ഞങ്ങളും നിങ്ങളുടെ മക്കളൊക്കെ തന്നെയാണ് കേട്ടോ. അത് കണ്ടതും മച്ചു പരിഭവത്തോടെ അവരെ നോക്കി പറഞ്ഞു. അവൾ കുറുമ്പോടെ അങ്ങനെ പറയുന്നത് കേട്ടതും ആ രണ്ടമ്മമാരും തൻ്റെ മക്കൾക്കെല്ലാവർക്കും ഓരോ ഉരുള കൊടുത്തിരുന്നു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരെല്ലാവരും ചുറ്റും കൂടിയിരുന്ന് കുറേ നേരം സംസാരിച്ചു. കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറങ്ങിയിരുന്നു. ആ 4 വർഷത്തെ അവരുടെ ജീവിതങ്ങളൊന്നും തന്നെ ആരുടെയും സംഭാഷണങ്ങൾക്കിടയിൽ വന്നില്ല. മറിച്ച് അതിനു മുൻപുള്ളവരുടെ ജീവിതത്തെപ്പറ്റിയും 3 പേരുടെ പ്രണയത്തെപ്പറ്റിയൊക്കെയായിരുന്നു അവർക്കിടയിലുള്ള ചർച്ച. ഇപ്പം നീ ഉമ്മ കൊടുക്കുമ്പോൾ വിഷ്ണുവേട്ടൻ ദേഷ്യപ്പെടാറുണ്ടോ? അന്നത്തെ വിഷ്ണുവേട്ടൻ്റെ ആ അടി, ആ 5 വിരലും ഇവളുടെ കവളിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ചിരിയാ വരുന്നത്. നന്ദു എന്തോ ഓർത്തതുപോലെ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു. ആടി കിട്ടിയതുകൂടി ഞാനും നന്നായി, എനിക്ക് തന്നതോടുകൂടി വിഷ്ണുവേട്ടനും നന്നായി. അച്ചുവും ചിരിയോടെ പറഞ്ഞു. നിനക്കും കിട്ടിയായിരുന്നല്ലോ ജീവൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന്, അത് നിനക്ക് ഓർമ്മയുണ്ടോ? അച്ചു തിരികെ അവളോട് ചോദിച്ചു. മറന്നിട്ട് വേണ്ടേ ഓർക്കാൻ, അതൊക്കെ എപ്പോഴും എൻ്റെ ഓർമ്മയിൽ തന്നെയുണ്ട്. അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു. അത് കേട്ടതും ജീവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നുള്ള ചിന്തയായിരുന്നു ജീവൻ അപ്പോൾ തോന്നിയത്. എന്നാൽ അവൻ നോക്കുന്നത് കണ്ടതും അവൾ ചിരിയോടെ അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. അത് കണ്ടതും അവനും അവളെ നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് തോന്നുന്നു വൈശുവിന് മാത്രമാണ് തല്ല് കിട്ടാത്തതെന്ന് അല്ലേ? അച്ചു എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. അരവിന്ദേട്ടനെ കിട്ടിയത് ഇവളുടെ ഭാഗ്യം. വല്ല തല്ലുന്നവനെയാണ് കിട്ടിയിരുന്നെങ്കിലോ ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ഇവളെ കിട്ടുമായിരുന്നില്ല. വിഷ്ണു പറഞ്ഞതും വൈശു അരവിന്ദന്റെ മുഖത്തേക്ക് നോക്കി. അരവിന്ദന് അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. വൈശുവിൻ്റെ മനസ്സിൽ കൂടി അവളുടെ പഴയ പ്രണയം കടന്നുപോയി. അത് മനസ്സിലായതുപോലെ അരവിന്ദൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നിങ്ങളിത് തിരികെ പോകില്ലല്ലോ? സംസാരത്തിനിടയിൽ ജീവൻ സംശയത്തോടെ അരവിന്ദനെയും വിഷ്ണുവിനെയും നോക്കി ചോദിച്ചു. തൽക്കാലം ഞങ്ങളിന്ന് പോകുന്നില്ല. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഇന്നിവിടെ നിൽക്കുന്നതുമില്ല. വിഷ്ണു ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും നന്ദുവും ജീവനും അവരുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ 4 പേരുടെയും മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അമ്മമാർക്ക് കാര്യം മനസ്സിലായില്ല. അതുകൊണ്ട് അവരും സംശയത്തോടെ തന്നെയാണ് നോക്കിയത്. തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യും, പോയി റെഡിയായിട്ട് വാ, നമുക്കൊരു സ്ഥലം വരെ പോകാം. അരവിന്ദൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എവിടേക്കാ അരവിന്ദേട്ടാ? നന്ദു സംശയത്തോട് ചോദിച്ചു. അതൊക്കെ സർപ്രൈസാണ്. അപ്പോൾ എഴുന്നേറ്റേ, എന്നിട്ട് പോയി കുളിച്ചു റെഡിയായിട്ട് വാ. വിഷ്ണു അവരുടെ 2 പേരുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എവിടേക്കാടാ പോകുന്നത്? ദൂരെ എങ്ങോട്ടേലും ആണോ? ജീവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു. അതൊക്കെ പറയാം, തൽക്കാലം നീ എഴുന്നേക്ക്, എന്നിട്ട് 2 പേരും പോയി റെഡിയായിട്ട് വാ. വിഷ്ണു അവരെ നോക്കി പറഞ്ഞതും അവർ 2 പേരും പുഞ്ചിരിച്ചു. പിന്നെ മുറിയിലേക്ക് നടന്നു. 2 പേരും റൂമിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം, പെട്ടെന്ന് തന്നെ വന്നേക്കണം. നമ്മൾ പോകുന്ന സ്പോട്ട് കുറച്ച് കൂടുതലാണ്. പോകുന്നതിനിടയിൽ അരവിന്ദൻ അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവർ തിരിഞ്ഞ് അവനെ നോക്കി ചിരിച്ചു.